ഏവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ ഒന്നുകൂടി നൽകുകയാണ്. സെക്കൻഡ് പാർട്ട്, ദുഃഖാന തിരുനാളിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ചരിത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ചരിത്രം എന്നത് അല്പം പരിഹാസത്തോടെ പറയുന്ന ഒന്നുണ്ട്, നാം ചരിത്രങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ലെന്ന്. ഒരുപക്ഷെ ശരിയായിരിക്കാം. ചരിത്രം എന്നത് എല്ലാവർക്കും മനഃപ്പാഠമാക്കാനുള്ള ഒന്നല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് അറിയാനുള്ളത് മാത്രമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉണ്ടായതോ ഭൂമി ഉണ്ടായതോ മഴ പെയ്യുന്നതോ ഒന്നും അതിന്റെ ശാസ്ത്രമൊന്നും അറിയേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ കാര്യം തന്നെയാണ്. ഒരു കൃഷിക്കാരനാണെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല. സഭയുടേതും അങ്ങനെ തന്നെ. ക്രിസ്തുവിന്റെ പീഡനങ്ങളേറ്റ് മരിച്ച കുരിശിന്റെ തൂക്കമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആ കുഴിയുടെ ആഴം അറിയേണ്ട ആവശ്യമില്ല. ആണികളുടെ എണ്ണമോ ഭാരമോ അറിയേണ്ട ആവശ്യമില്ല. ഒരു വിശ്വാസിക്ക് ക്രിസ്തുവാണ്, കുരിശ് തൂങ്ങിയ ക്രിസ്തുവിനെയാണ് അറിയേണ്ടത്. തോമാശ്ലീഹയുടെ ചരിത്രങ്ങൾ എത്തുമ്പോഴും ചരിത്രത്തോടൊപ്പം അതിൻ്റെ ആഴങ്ങളല്ല നാം അറിയുന്നത്. ബൈബിൾ, സഭാ പാരമ്പര്യങ്ങൾ, വിശ്വാസത്യങ്ങൾ, ആ കാലത്തെ പറ്റിയ രചന, ഇവയാണ് നോക്കുന്നത്. അതിനെ ഹരിച്ച് ഗുണിച്ച് കൂട്ടി കുറച്ച് തോമാശ്ലീഹയുടെ വരവ് ഇല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നില്ല എന്ന് സ്ഥാപിക്കലല്ല. അത് വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ തോമാശ്ലീഹയുടെ പിന്നാലെയുള്ള യാത്രയാണ്, കൂടെയുള്ള യാത്രയാണ്, തോമാശ്ലീഹയെ ഹൃദയത്തിലേറ്റുന്ന യാത്രയാണ്. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ദുഃഖാനയോട് ബന്ധപ്പെടുന്നതുകൊണ്ട് തോമാശ്ലീഹയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില രചനകളെ നമ്മൾക്കിന്ന് അറിയാം. കാരണം തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുവിശേഷ യാത്രയെ പറ്റിയുള്ള ചരിത്രങ്ങളാണ്. ആക്ട്സ് ഓഫ് തോമസ് അത് ഇന്ന് ലഭ്യമാണ്. അതൊരു നഷ്ടപ്പെട്ട ഗ്രന്ഥമല്ല. മൂലരചയിതാവിന്റെ സ്വന്തം കയ്യെഴുത്ത് പ്രതി ഇന്ന് നിലവിലില്ല. എന്നാൽ ഈ ഗ്രന്ഥത്തിന്റെ പഴയ കയ്യെഴുത്ത് പ്രതികൾ, അത് മനസ്സിലാക്കുക. പണ്ട് അച്ചടി യന്ത്രങ്ങളില്ലായിരുന്നു. എന്തു ചെയ്യും? ഇപ്പൊ ഇന്ന് പലയിടങ്ങളിലും ബൈബിൾ കയ്യെഴുത്ത് പ്രതികൾ ചെയ്യുന്ന പരിപാടിയില്ലേ? ഓൾറെഡി നമുക്ക് അച്ചടി ഗ്രന്ഥമുണ്ട് അല്ലേ? അച്ചടിക്കാനുള്ള സോഴ്സ് ഉണ്ട്. മറ്റ് പല തലങ്ങളിലും പ്രിന്റ് ചെയ്തെടുക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി പണ്ട് ആദിമകാലത്ത് ചെയ്യുന്നത് പോലെ ബൈബിൾ കയ്യെഴുത്ത് പ്രതികളില്ലേ, എഴുതുന്നില്ലേ? അതുപോലെ ആയിരുന്നു ആദിമകാലങ്ങളിൽ കോപ്പി ചെയ്യുക എന്ന് പറയുന്നത്. ആധാരത്തിന്റെ കോപ്പി ചെയ്യുന്നതും ആ രീതി തന്നെയായിരുന്നു, എഴുതിയായിരുന്നു. അതുപോലുള്ള കയ്യെഴുത്ത് പ്രതികളാണ് ഇന്നത്തെ പല ലൈബ്രറികളിലും മ്യൂസിയങ്ങളിലും ഈ ആക്ട്സ് ഓഫ് തോമസ് ഉള്ളത്. സുറിയാനി കയ്യെഴുത്ത് പ്രതികളുണ്ട്, ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളുണ്ട്. ഇവയിൽ പലതും തന്നെ യൂറോപ്പിലെ പ്രധാന ലൈബ്രറികളായ ബ്രിട്ടീഷ് ലൈബ്രറി, യോത്തേക്ക് നാഷണൽ ഡി ഫ്രാൻസ്, വത്തിക്കാൻ അപ്പസ്തലിക് ലൈബ്രറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അച്ചടിച്ച പതിപ്പുകളുണ്ട്. ധാരാളം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രശസ്തമായെന്ന് പറയാവുന്നത് M.R. ജെയിംസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, AFJ ക്ലിഡ്ജിൻ തയ്യാറാക്കിയ വിമർശനാത്മക, അതായത് ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പതിപ്പ്, അപ്പോക്രിഫൽ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന ഗ്രന്ഥത്തിലെ ആക്ട്സ് ഓഫ് തോമസ് ഓൺലൈൻ ലഭ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, ഓൺലൈനിലും ലഭ്യമാണ്. എല്ലാം ഗവേഷകർക്ക്, അതായത് ഇതിനെപ്പറ്റി പഠിക്കാനുള്ളവർക്ക്, കാണാപ്പാടമാക്കേണ്ടവർക്ക്. മനസ്സിലായല്ലോ? നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളെ സംബന്ധിച്ചോളം വെറും അറിഞ്ഞിങ്ങ് പോയാൽ മതി എന്താണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചോളം അപ്പൂപ്പന്റെ അപ്പനെ അതിന്റെ അപ്പനെയൊക്കെ നമ്മൾക്ക് പറയോ? അത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞു പോവുകയാണ്. അവിടെ ചരിത്രമൊന്നും നമ്മൾ പഠിക്കാറില്ലല്ലേ? പക്ഷേ ചരിത്രം അപഗ്രഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത് മനഃപ്പാടമാക്കേണ്ട സമയത്തോളം അതെല്ലാം പഠിക്കേണ്ടതാണ്. കത്തോലിക്ക സഭയുടെ നിലപാടെന്ന് നോക്കാം.
സഭ ഈ ഗ്രന്ഥത്തെ ബൈബിളിന്റെ ഭാഗമായോ ദൈവനിവേശിത ഗ്രന്ഥമായോ അംഗീകരിക്കുന്നില്ല എന്നത് അറിയുക. ആദിമകാല ക്രൈസ്തവ സാഹിത്യം, തോമസ് ലീഹയെക്കുറിച്ചുള്ള പാരമ്പര്യം, ഇന്ത്യയിലെ ക്രൈസ്തവ ചരിത്രം ഇവയൊക്കെ പഠിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു രേഖയായി ഗവേഷകരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തോമസ് ലീഹയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ നാം വായിക്കേണ്ട ചില ബുക്കുകൾ, ഒരു 4 പുസ്തകം ഞാൻ പറയാം. ഒന്ന് ആക്ട്സ് ഓഫ് തോമസ്, നെക്സ്റ്റ് ഡോക്ട്രിൻ ഓഫ് അദായി, തേർഡ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി, ഫോർത്ത് ഹെംസ് ഓഫ് എഫ്രൈം, വിശുദ്ധ എഫ്രൈമിന്റെ. ഈ 4 സ്രോതസ്സുകൾ ഒരുമിച്ച് വായിച്ചാൽ തോമസ് ലീഹ, എഡേസ, ഇന്ത്യ, സുറിയാനി സഭ ഇവ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇവയിലൂടെയൊക്കെ ചെറുതായി എന്ന് മാത്രമേ ഞാൻ ഓടിപ്പോയുള്ളൂ. കാര്യം അത്രയധികം ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തരുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഒരു ടച്ചിങ് മാത്രമാണ് നൽകുന്നത്. എന്താണ് അപ്പോസ്റ്റിൽ ഓഫ് തോമസിന്റെ നടപടി പുസ്തകം? അതായത് വിശുദ്ധ തോമസ് ലീഹയുടെ നടപടി പുസ്തകം, ആക്ട്സ് ഓഫ് സെന്റ് തോമസ്. ഈ പുസ്തകത്തെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകുന്നത്. ആക്ട്സ് ഓഫ് തോമസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ അപ്പോസ്റ്റലന്മാർ നടപടിയിലേക്കാകുമ്പോൾ അല്ലേ, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ബൈബിളിലെ ഒരു ഭാഗം. ഇത് എന്നായിരിക്കും രചിച്ചിട്ടുള്ളത്? AD 62 72 ഇടയ്ക്ക് എന്നാ പറയുക. പക്ഷെ അതിൽ അവസാനിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ കാരാഗ്രഹവാസമാണ്. അവിടെ പത്രോസിന്റെ വധശിക്ഷ അല്ലെങ്കിൽ മരണം അവിടെ കാണിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലന്റെ മരണം അതിൽ വിവരിക്കുന്നില്ല. അതായത് അതിന് മുമ്പായിട്ട് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് അപ്പോസ്തല നടപടി. അതില് വരുന്നില്ല തോമസ് ലീഹയുടെ യാത്രയും മറ്റൊന്നും. നമ്മുടെ ആക്ട്സ് ഓഫ് തോമസ് ഇത് AD 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ, അത് ഏകദേശം AD 220 250 ഇടയ്ക്ക് സുറിയാനി ഭാഷയിൽ രചിക്കപ്പെട്ട അപ്പോക്രിഫൽ, അതായത് കാനോനികമല്ലാത്ത ഒരു ക്രൈസ്തവ ഗ്രന്ഥമാണ്. ഇതിന്റെ രചയിതാവ്, ഓതറിനെ ആരാണെന്ന് ഉറപ്പില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും എഴുതപ്പെട്ടത്? ആ ഗ്രന്ഥത്തിന്റെ പ്രധാന ലക്ഷ്യം തോമസ് ലീഹയുടെ ജീവചരിത്രം എഴുതുക മാത്രമായിരുന്നില്ല എന്നറിയുക. തോമസ് ലീഹയെ ഒരു മഹത്തായ മിഷണറിയായും ക്രിസ്തുവിന്റെ സാക്ഷിയായും വിശ്വാസത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച, ജീവൻ ത്യജിച്ച അപ്പോസ്തലനായും ആയാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ചരിത്രവും ആത്മീയ ഉപമകളും അത്ഭുത കഥകളും ഇടകലർന്നാണ് വെച്ചിരിക്കുന്നത്. ഇതേ പ്രധാന സംഭവങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിലേക്കുള്ള നിയോഗം, അതായത് തോമസ് ലീഹയുടെ ഇന്ത്യയിലേക്കുള്ള നിയോഗം. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. തോമസ് ലീഹയ്ക്ക് ലഭിച്ചത് ഇന്ത്യയാണ്. അദ്ദേഹം ആദ്യം പോകാൻ മടി കാണിച്ചിരുന്നു. അപ്പോൾ യേശു വ്യാപാരിയായ അബനസ് എന്ന വ്യക്തിക്ക് തോമസ് ലീഹയെ ഒരു ശില്പിയായി, ഒരു തച്ചനായി, ഒരു നിർമ്മാണ വിദഗ്ധനായി ഏൽപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ബൈബിൾ നോക്കി അറിയാൻ പറ്റില്ല, മറ്റെങ്കിലും നോക്കി അറിയാൻ പറ്റില്ല. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജാമ്യം എടുത്തിരുന്നു. എന്താണ് ജാമ്യം എടുത്തത്? ഇത് സാഹിത്യരചനയാവാം, അല്ലെങ്കിൽ ഒരു ചരിത്രമാകാം, അതല്ല എങ്കിൽ സഭാ പാരമ്പര്യമാകാം. ആ ഒരു തലത്തില് നിങ്ങളിത് കേൾക്കാവൂ, അറിയാവൂ. അബനസ് തോമസ് ലീഹയെ ഗൊണ്ടഫറസ് രാജാവിന്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അബനസ് എന്ന് പറയുന്ന വ്യക്തി, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കപ്പലിലാണ് പോകുന്നത് അല്ലെ ഇന്ത്യയിലേക്ക്. ഈ കപ്പലിലേക്ക് പോകുമ്പോൾ അവിടേക്ക് ഒരു സ്പോൺസർ വേണം. അതായത് നമ്മൾ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്പോൺസർ ഉണ്ടോ?
നമ്മൾക്കൊരു പാസ്പോർട്ട് വേണോ, നമ്മൾക്കൊരു വിസ വേണോ? നമ്മുടെ രാജ്യത്ത് നിന്ന് വിടുന്നതിന് പാസ്പോർട്ട്, ഒരു രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനുമതി പത്രം, അല്ലേ? അതാണ് വിസ. അതുപോലെ ആദ്യകാലങ്ങളിലും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെയും ആ രാജ്യത്തിന്റെയും പെർമിഷൻ വേണം. അതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്ന വ്യക്തി വേണം. ആ വ്യക്തി പൂർണ്ണമായ ഉത്തരവാദിത്വം, നമ്മളിവിടെ ഏജൻസി ചെയ്യുന്ന പോലെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹത്തെ അവിടെ എത്തിക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, ആ വ്യക്തിയുടെ കപ്പൽ, ആ വ്യക്തി സഞ്ചരിക്കുന്ന കപ്പൽ എവിടേക്ക് പോകുന്നു അവിടെയെല്ലാം അവർ പോകേണ്ടി വരും, അല്ലേ? നമ്മൾ ഒരാളെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി എവിടേക്ക് പോകുന്നു, ഏതൊക്കെ കടയിൽ കയറുന്നു, അവിടെയെല്ലാം നമ്മൾ പോവില്ലേ? അതെ, അത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അബിനസിന്റെ കൂട്ടത്തിൽ പോയ വ്യക്തി. അത് ആരാണ് പോയത്? നമ്മുടെ തോമാസ് ലീഗ. തോമാസ് ലീഗ പോയപ്പോൾ അദ്ദേഹം കൊണ്ടുചെന്നെത്തിച്ച എവിടെയാണ്? ഗുണ്ടഫ്രസിന്റെ കൊട്ടാരത്തിലാണ്. അബനസ് തോമാസ് ലീഗയെ ഗുണ്ടഫ്രസ് രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്, രാജാവിന്റെ കൊട്ടാരം പണിയാനാണ്. ഇതിൽ പറയുന്നത് ധനം നൽകി, ആ ധനം തോമാസ് ലീഗ ദരിദ്രരെ സഹായിക്കാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും രോഗികളെ ശുശ്രൂഷിക്കാനും ഉപയോഗിച്ചെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ മറ്റൊന്ന് ചിന്തിക്കാം, ആ കിട്ടിയ ക്യാഷ് കംപ്ലീറ്റ് അങ്ങ് അടിച്ചു മാറ്റുകയായിരിക്കില്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കൊട്ടാരം പണിയലും അതിൻ്റെ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഇതിലൊരു ചോദ്യവും ഉത്തരങ്ങളും വരുന്നുണ്ട്. ഗുണ്ടഫ്രസ് രാജാവ് നാൾക്ക് ശേഷം കൊട്ടാരം പണിയുന്നത് കാണാൻ വേണ്ടി വന്നു. കൊട്ടാരം പണിയാൻ വേണ്ടി അത് കാണാൻ വേണ്ടി വന്നപ്പോൾ തോമാസ് ലീഗയോട് ചോദിച്ചു, എവിടെയാണ് കൊട്ടാരം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടി അത് സ്വർഗത്തിൽ പണിതിരിക്കുന്നു എന്നാ പറയാ. യേശുവിന്റെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവിൻ എന്ന സന്ദേശത്തിന്റെ ഒരു സാഹിത്യ ആവിഷ്കാരമാണ് ഈ സംഭാഷണങ്ങളും ഈ നിർമ്മാണവും എന്ന് ചിന്തിക്കുക. അതിലെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഇങ്ങനെയാവാം, അദ്ദേഹം കൊട്ടാരം പണിയോടൊപ്പം ദരിദ്രരെയും രോഗികളെയും വിശക്കുന്നവരെയും സംരക്ഷിച്ചു എന്ന് തന്നെയാകാം. ഇത് തോമാസ് ലീഗ കേരളത്തിൽ മാത്രമല്ല വന്നിരിക്കുന്നത്, അല്ലേ? സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, അല്ലെ, മൈലാപ്പൂരിലും ഒക്കെ ചെന്നിരുന്നു. അതാണല്ലോ അദ്ദേഹം അവിടെ മരിച്ചത്. അനേകരെ സ്നാനപ്പെടുത്തി. സൗത്ത് ഇന്ത്യയിലും കേരളത്തിലും അനേകം രോഗികൾ അതിലൂടെ സുഖപ്പെടുത്തി. ഇത് തോമാസ് ലീഗ എന്നൊരു സിനിമ മലയാളത്തിൽ നിങ്ങൾ കണ്ടു കാണും. അതിലുണ്ട് ഇത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും രോഗികളെ സുഖപ്പെടുത്തുന്നതും അനേകരെ സ്നാനപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഒത്തിരി സമൂഹങ്ങളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്നതും ആ സിനിമയിൽ നാം കാണുന്നുണ്ട്. രാജകുടുംബങ്ങളുടെ മാനസാന്തരം അതിൽ കാണുന്നുണ്ട്. ചില രാജകുടുംബങ്ങൾ ക്രിസ്തു വിശ്വസിക്കുന്നു. ആ തോമസ് ലീഗ നായകനും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ചില മതനേതാക്കളെയൊക്കെ പ്രകോപിപ്പിക്കുന്നതായിട്ടും ആ സിനിമയിൽ കാണുന്നു. രക്തസാക്ഷിത്വം വരുന്നതും ആ ഒരു പ്രകോപനത്തിൽ നിന്നാണ്. കുന്തം കൊണ്ട് കുത്തി മൈലാപ്പൂരിൽ വെച്ച് മരണം അടയുകയാണ്. അതോടുകൂടിയാണ് ഈ ഗ്രന്ഥം അവസാനിക്കുന്നത്. ഈ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഗ്രന്ഥം ഒരു ചരിത്ര രേഖയാണോ എന്ന് ചോദിച്ചാലോ, ഇത് മുഴുവൻ ചരിത്രരേഖയല്ല. ചരിത്രപരമായി വിലപ്പെട്ട ചില ഭാഗങ്ങൾ അവിടെവിടങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഗുണ്ടഫ്രസ് രാജാവ് ആക്ച്വലി ഒരു യഥാർത്ഥ രാജാവായിരുന്നു എന്നതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ ഉണ്ട്. ഇന്ത്യയുമായി വ്യാപാരം ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്ന പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. ആത്മീയ പ്രതീകാത്മക ഭാഗങ്ങൾ ഇതിലുണ്ട്. ഇത് തോമാസ് ലീഗയെ മറ്റൊരാൾക്ക് അബനേസിന് നൽകുന്നത് ചിലപ്പോഴുണ്ടാവണമെന്നില്ല, പക്ഷേ അതിനൊരു വിശ്വാസ്യതയ്ക്കാവാം. കാരണം ക്രിസ്തുവിലൂടെയാണ് വന്നു എന്നതിൻ്റെ ഒരു വിശ്വാസ്യതയ്ക്കുണ്ടായ രചനയാവാം. സ്വർഗത്തിൽ കൊട്ടാരം പണിയുന്നത്, ചില അത്ഭുതങ്ങളുടെ വിവരങ്ങൾ, ഇതെല്ലാം
സാഹിത്യ ശൈലിയും അതോടൊപ്പം തന്നെ ആത്മീയ സന്ദേശങ്ങളും ചേർത്ത് ഇട്ടവയാണ്. നമ്മുടെ കത്തോലിക്ക സഭ ഈ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമായി കാനോനിക്കലായിട്ട് അംഗീകരിക്കുന്നില്ല. എന്നാൽ സഭാ ചരിത്രകാരന്മാർ ഇത് ആദ്യകാല ക്രൈസ്തവ പാരമ്പര്യം പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി കണക്കാക്കുകയാണ്. ഇന്ത്യ എന്ന പേര് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന ഏറ്റവും പുരാതന ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ആക്ട്സ് ഓഫ് തോമസ് എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ ചരിത്രം പഠിക്കുന്നവർക്ക് ഇത് ഇന്നും ഒഴിവാക്കാനാവാത്ത ഒരു പ്രധാന സ്രോതസ്സാണ്. എങ്കിലും അതിലെ ഓരോ സംഭവവും ചരിത്ര സത്യവുമായി സ്വീകരിക്കാറും ഇല്ല. ഈ ഗ്രന്ഥം 13 അധ്യായങ്ങളായി ആണ് വിഭജിച്ചിരിക്കുന്നത്. ഓരോ അധ്യായത്തിൻ്റെയും വിശദമായ കഥയും അതിൻ്റെ ചരിത്രപരമായ വിശ്വാസ്യതയും വേർതിരിച്ച് ആണ് ഉള്ളത് എന്ന് കൂടി ചിന്തിക്കുക. ഇതിൽ കുറേയൊക്കെ സാഹിത്യമുണ്ട്, കുറേയൊക്കെ ചരിത്രമുണ്ട്, കുറേയൊക്കെ വിശ്വാസ സത്യങ്ങളുണ്ട്. അത് എല്ലാം അരച്ച് കലക്കി കുടിക്കുക എന്നുള്ളതല്ല, സീവ് ചെയ്യണം. സീവിടുക എന്നുള്ളതല്ല, അരിക്കണം, ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്ത് വിശ്വാസത്തിൻ്റെ രീതിയിലും ചരിത്രത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ സഭാ പാരമ്പര്യത്തിൻ്റെ രീതിയിലും അറിയണം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് കാണാം. ഇന്ന് നാം അറിഞ്ഞത് ആക്ട്സ് ഓഫ് തോമസ് ആണ്. ഏവർക്കും ഈശ്വരൻ നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.